എല്ലാവർക്കും നമസ്കാരം. നമ്മളിത് വന്നിട്ടുള്ളത് മഹീന്ദ്രയുടെ 2 ബൊലേറോ മാക്സ് പിക്കപ്പ് കുട്ടന്മാരായിട്ടാണ്. അപ്പൊ ഇത് നമ്മുടെ ബൊലേറോന്റെ 1.4 ആണ്, സിറ്റി 1.4. പിന്നിൽ കിടക്കുന്നത് നമ്മുടെ സിറ്റി 1.3. അപ്പൊ ഈ 1.4 1.3 എന്താ? അതെ, വാഹനത്തിന്റെ പേലോഡ് കപ്പാസിറ്റി ആണ് കാണിക്കുന്നത്. അപ്പൊ 1.4 പറഞ്ഞാൽ 1400 കിലോഗ്രാം പേലോഡ് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിന് ക്യാരി ചെയ്യാൻ പറ്റുക. എന്നാൽ നമ്മുടെ ആ ബൊലേറോ മാക്സ് പിക്കപ്പ് ട്രക്ക് ആക്ച്വലി 1.3 ആണ്, അഥവാ 1300 കിലോഗ്രാം പേലോഡ് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിന് വരുന്നത്. അപ്പൊ ഇത് ആക്ച്വലി സിറ്റി ശ്രേണിയാണ്. നമുക്ക് HD ശ്രേണിയിൽ വരുന്നുണ്ട്. അത് HD പറഞ്ഞാൽ കുറച്ചുകൂടി ഹെവി ഡ്യൂട്ടി വാഹനങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു സിറ്റി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വാഹനത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഒരിക്കൽ കൂടി ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 2 കുട്ടന്മാരെ കിടക്കുന്നത് കണ്ടോ സിറ്റി ശ്രേണിയിലെ. അപ്പോൾ ഇതിന്റെ എഞ്ചിൻ അത്യാവശ്യം നല്ല പവർഫുൾ എഞ്ചിനാണ് കേട്ടോ. അതായത് 2523 cc എഞ്ചിനാണ്, 4 സിലിണ്ടർ M2 DI എഞ്ചിനാണ്, ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ഇതിന്റെ മൈലേജ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള രീതിയിൽ തന്നെയാണ് ഇതിന്റെ മൈലേജ് വരുന്നത്. കാരണം 17.2 km/ലിറ്റർ ആണ് ഈ വാഹനത്തിന് മൈലേജ് വരിക. നമ്മുടെ HD ശ്രേണിയിലുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ഒരു വശക്കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ ഒരു ഗ്രില്ല്, മഹീന്ദ്രയുടെ സ്റ്റാൻഡേർഡ് ഗ്രില്ല് കാണാം. നമ്മുടെ ബൊലേറോ ഇൻസ്പയർഡ്, ബൊലേറോ തന്നെയാണല്ലോ, ബൊലേറോൻ്റെ ഒരു എന്താ പറയുക, ഒരു പിക്കപ്പ് അവതാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്കിവിടെ പാർക്ക് ലൈറ്റ് വരുന്നുണ്ട്, അതായത് ഹാലജൻ ഹെഡ് ലാമ്പ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ അഗൈൻ പാർക്ക് ലൈറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഹാലോജൻ ആണ് വരുന്നത്. നമുക്ക് ഇവിടെ ഫോഗ് ലാമ്പിന്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് കാണാം. പിന്നെ മറ്റേ ലീവ് സസ്പെൻഷൻ്റെ സാധനങ്ങളാണ് ബോൾട്ടിൽ കിടക്കുന്ന സംഭവങ്ങൾ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ടോയിങ് ഹുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പവർഫുൾ വാഹനമാണ് കേട്ടോ. പിന്നെ എത്ര NM ഓഫ് ടോർക്കാണ് പറഞ്ഞ് 200 NM ഓഫ് ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ 70 HP പവറാണ് ഇവർക്ക് എൻജിൻ പവർ ചെയ്യുന്നത്. ഇനി നമ്മൾ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ എക്സ് കൂൾ എന്ന് കാണാം. അതെ, AC വേരിയൻ്റ് ആണിത്. നമുക്ക് അകത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡോർ അവിടെയുണ്ട്. തുറന്നു കഴിഞ്ഞാൽ ഇത് AC വേരിയൻ്റ് ആണ്. നമുക്ക് നോൺ AC ആയിട്ടും വരുന്നതാണ്. നമുക്ക് ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് 2 വേരിയൻസ് വരുന്നുണ്ട്. അതായത് VXI-യും LX-ഉം. LX ആക്ച്വലി ബേസ് വേരിയൻ്റ് ആണ്. എന്നാൽ VXI പറഞ്ഞാൽ നമുക്ക് AC, പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ കുറേ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സൈഡിലത്തെ ഒരു ഗ്രാഫിക്സും കാണാൻ. എക്സ് കൂൾ എന്ന് എഴുതിയിട്ടുണ്ട്, കാരണം AC വേരിയൻ്റ് ആണ്. പിന്നെ ബൊലേറോ മാക്സ് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല വലിയ ലോഗോ വരുന്നുണ്ട് പിക്കപ്പിൻ്റെ. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇങ്ങനത്തെ ഒരു കമേഴ്ഷ്യൽ വാഹനമായ കാരണം നമ്മൾ കുറേ ഇങ്ങനെ സ്പോട്ടിലൊക്കെ പോകുമ്പോൾ ആൾക്കുണ്ടോ ഇങ്ങനത്തെ മാർക്കറ്റ് റോഡിലൊക്കെ പോകുമ്പോൾ വണ്ടി സുഖമായിട്ട് തിരിക്കാൻ പറ്റണം. അതെ, ടേണിംഗ് റേഡിയസ് ഇതിൻ്റെ വരുന്നത് 5.5 മീറ്ററാണ് ടേണിംഗ് റേഡിയസ് വരുന്നത്. അപ്പോൾ വളരെ എഫിഷ്യൻ്റ് ആയൊരു വാഹനമാണത്. നമുക്ക് ഇതാണ് ഒരു സൈഡ് മിറർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ളൊരു സൈഡ് മിററാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലോഡിംഗ് ബേ വരുന്നത്. അപ്പോൾ ഈ ഒരു ലോഡിംഗ് ബേയുടെ നീളം എന്ന് പറഞ്ഞാൽ 8.7 അടിയാണ്. എന്നാൽ നമ്മുടെ 1.3, അതായത് 1300 കിലോഗ്രാം കയറ്റാൻ പറ്റുന്ന സംഭവം 8.2 അടിയാണ് വരുന്നത്. എന്നാൽ ഇത് രണ്ടിൻ്റെയും വീതി എന്ന് പറഞ്ഞാൽ ആ ഒരു ലോഡിംഗ് ബേയുടെ വീതി രണ്ടിൻ്റെയും 5.5 അടിയാണ് വരുന്നത്. അതാണ് സംഭവം. പിന്നെ ഈ ഒരു വീലിൻ്റെ സൈസ് ഉണ്ടല്ലോ, അത് ഈ ഒരു വാഹനത്തിന് വരുന്നത് 15 ഇഞ്ചിൻ്റെ വീൽസാണ്. ഇതിൻ്റെ 15 ഇഞ്ച് വീൽസിനാണ്. പക്ഷേ നമ്മൾ ഈ വീൽസിൽ നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണും 215 ഇഞ്ചാണ്. 215 75 വീലാണ്. എന്നാൽ ഇതിൽ 195 ആണ് സൈസ് വരുന്നത്. അപ്പം ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ വീല് ഒന്നുകൂടി വീതി കുറവാണ്, കാരണം ലോഡ് കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ വീലിൻ്റെ വീതി കുറവാണ്. എന്നാൽ ഇതിൻ്റെ വീല് അതായത് വിഡ്ത്ത് അല്ലെങ്കിൽ ഒരു ബ്രെഡ്ത്ത് കുറച്ചുകൂടി കൂടുതലാണ്. പിന്നെ നമുക്ക് ടോപ്പ് എൻഡ് വേരിയന്റിൽ നമുക്ക് IMAX ടെക്നോളജി വരുന്നുണ്ട്. അതിൻ്റെ ഒരു ബാഡ്ജിങ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാ മഹീന്ദ്ര IMAX. അപ്പോൾ ഇതിൽ നമുക്ക് ജിയോ ഫെൻസിങ് വരുന്നുണ്ട്. അതായത് വാഹനം എങ്ങോട്ട് പോയാലും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വാഹനത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങി നടന്നാൽ ഇല്ലെങ്കിൽ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളൊക്കെ പോവുകയാണെങ്കിൽ വാഹനം ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഗുഡ്സ് ഇപ്പോൾ കുറേ സ്ഥലത്ത് നമുക്ക് സാധനങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പോകണ്ടേ. അപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റായ റൂട്ട്, അതായത് പെട്രോൾ സേവ് ചെയ്യാനല്ല ഡീസൽ സേവ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് എഫിഷ്യൻ്റ് ആയ റൂട്ട് ഇവർ കാണിച്ചു തരും. ആ ഒരു ആപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അത് ആക്ച്വലി ടോപ്പ് ആൻഡ് വേരിയന്റിലാണ് വരുന്നത്. ഇതപ്പോൾ നമുക്ക് ഇൻറ്റീരിയഴ്സിലേക്ക് കയറാം. അത്യാവശ്യം നല്ല കുറച്ചൊരു പ്രീമിയം പോലെയാണ് ഇൻറ്റീരിയഴ്സ് കൊടുത്തിട്ടുള്ളത്. വണ്ടി ഓടിച്ച് നോക്കിയപ്പോൾ ഞാൻ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹോൺ ഇതാ വരുന്നത്. നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. AC വേരിയൻ്റ് ആയതുകൊണ്ട് AC ഓണാണ്. നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഇല്ല, നമുക്ക് 3 ഓപ്ഷനാണ് വരുന്നത് AC യുടെ. AC സ്വിച്ച് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ, പിന്നെ ഇത് വാമാവുള്ള ഓപ്ഷൻ, ഇത് കോൾഡ് തണുപ്പാക്കുന്നത്, പിന്നെ ഹസാർഡ് ലൈറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. പിന്നെ കുറേ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ ബാർ നമ്മുടെ മഹീന്ദ്ര താറിലൊക്കെ കണ്ടിട്ടുള്ള പോലെ കുറച്ചൊരു ഇൻറ്റീരിയേഴ്സ് ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ട് AC വെൻസ് കാണാം. പിന്നെ നമുക്ക് ഇവിടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ മ്യൂസിക് പാട്ട് വയ്ക്കാനുള്ള ഒരു റേഡിയോ സിസ്റ്റത്തിനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് സ്റ്റോറേജ് ഹോൾഡർ വരുന്നത്. അത്യാവശ്യം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വയ്ക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗുഡ്സ് ഒക്കെ കയറ്റി പോകുമ്പോൾ നമുക്ക് പേപ്പേഴ്സൊക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഡോർ ഹാൻഡിൽസ് ഒക്കെ ഇങ്ങനെ വരുന്നു. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല കുഷനിങ് കൊടുത്ത കാരണം കുറച്ച് പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെ പിന്നെ വളരെ കോമൺ ആണ് കേട്ടോ, ബേസിക് കാര്യങ്ങളാണ് ലൈറ്റിൻ്റെ സംഭവങ്ങളും. പിന്നെ അതൊന്ന് സ്റ്റിയറിംഗ് ശരിയാക്കാം അയ്യാ. അപ്പോൾ ഇത് വൈപ്പറിൻ്റെ ഒരു ഓപ്ഷൻസും അത്യാവശ്യം നല്ല വിസിബിലിറ്റി ആണ് കൊടുക്കുന്നത്. ഗ്ലാസ് ഇത്തിരി ചെറുതാണ്, എന്നാലും നല്ല വിസിബിലിറ്റി നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ സൺവൈസർ കാണാം. നമുക്ക് വാനിറ്റി മിറർ ഒന്നും വരുന്നില്ല, ആവശ്യമില്ല, ഗുഡ്സ് വണ്ടിയാണല്ലോ. പിന്നെ നമുക്കിവിടെ മിഡിൽ റെയർ വ്യൂ മിറർ വരുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ വരുന്നുണ്ട്. ഇവിടെ ഹാൻഡിൽ ബാറിൽ വരുന്നില്ല, കാരണം നമുക്ക് ഡ്രൈവറിന് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. സ്റ്റിയറിംഗ് പിന്നെ അത്യാവശ്യം നല്ലൊരു നമ്മുടെ കയ്യിൽ തന്നെ നല്ല എർഗണോമിക് സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ കയ്യിൽ തന്നെ ഒതുങ്ങുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് സുഖമായിട്ട് വാഹനം ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. 1, 2, പിന്നെ 3, 4, 5, പിന്നെ റിവേഴ്സും. പിന്നെ ഇവിടെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ലൈറ്റിൻ്റെ ഓപ്ഷൻ കാണാം. അപ്പോൾ രാത്രിയൊക്കെ നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും പേപ്പർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഫില്ല് ചെയ്യാനും വാഹനത്തിൻ്റെ ഗുഡ്സ് നമ്മൾ ഇറക്കി കഴിഞ്ഞിട്ട് ഒപ്പിടാനും അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയൊരു സംഭവമാണ്. പിന്നെ നമുക്കിവിടെ ഇവിടെ 2 പാസഞ്ചേഴ്സിന് ഇരിക്കാം പ്ലസ് ഡ്രൈവർ കേട്ടോ. അപ്പോൾ ഡ്രൈവർ പ്ലസ് 2 പാസഞ്ചറാണ് വരുന്നത്. പിന്നെ ഒരു പാസഞ്ചർ നമുക്കിവിടെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും, കാരണം കുറച്ചുകൂടി ബെറ്റർ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള. പിന്നെ ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെ നല്ല ഹെഡ് റൂം ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ഒരു വെന്റ് കാണാം, കാരണം ഇത് AC അല്ല, ഇത് നമ്മൾ വാഹനം പോകുമ്പോൾ പുറത്തുനിന്ന് ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അവിടെ ചെറിയൊരു ജാലി പോലെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഹനം ഓടുമ്പോൾ പുറത്തത്തെ കാറ്റ് വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു വെന്റ് കൂടെ നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ ഒരു വെന്റിലേഷൻ കൊടുക്കും, കുറച്ചുകൂടി നല്ല വായു ശ്വസിച്ചിട്ട് വാഹനം ഓടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പിന്നെ ഇവിടെ നമുക്കൊരു ഹാൻഡിൽ ബാർ ആണോ അല്ല, കുറച്ചുകൂടി സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അതായത് 1 നമുക്ക് വാഹനം ഒന്ന് ഓഫ് ചെയ്യാം. 1.4, അതായത് 1400 കിലോഗ്രാം പേലോഡ് കപ്പാസിറ്റി ഉള്ള ഒരു വാഹനമാണ് ഇത്. പിന്നെ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 45 ലിറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ നമുക്ക് സൈഡിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ നല്ലതാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ വിസിബിലിറ്റി നന്നായിട്ട് കൂട്ടും. പിന്നെ അത്യാവശ്യം നല്ല നീളമുള്ള ഒരു വാഹനമാണ്. എന്നാൽ ഇത് കുറച്ചുകൂടി ചെറിയ വാഹനമാണ്, കാരണം ആ ഒരു ലെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് 8.7 അടിയാണെങ്കിൽ ഇത് 8.2 അടിയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഒരു കുഞ്ഞൻ വാഹനമാണ്. എന്നാൽ പിക്കപ്പ് മേഖലയിൽ അത്യാവശ്യം മുന്നിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണിത്, കാരണം ഒബ്വിയസ്ലി ഇതൊരു മഹീന്ദ്രയാണല്ലോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയൽസിലേക്ക് പോകാം. അത്യാവശ്യം ഇവിടെ കണ്ടോ നമ്മുടെ ഫുഡ് സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാവി അപ്പുറത്താണ്. അപ്പോൾ ഫുഡ് സ്റ്റെപ്പ് കൊടുക്കുന്ന കാരണം തന്നെ നമുക്ക് സുഖമായിട്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റും. നമുക്ക് സിറ്റി 1.3 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ വാഹനത്തിൽ സിറ്റി 1.4 ബാഡ്ജിങ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പകരം അപ്പുറത്ത് IMAX ടെക്നോളജിയുടെ ഒരു ബാഡ്ജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കയറാം. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് സിമ്പിളായിട്ട് നമുക്ക് കയറിയിരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഇത് ആക്ച്വലി കുറച്ച് ബേസ് വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല, AC ഒന്നും വരുന്നില്ല, നോൺ AC വേരിയൻ്റ് ആണ്. പിന്നെ ഇവിടെയും കണ്ടോ ഈ ഒരു സംഭവം വരുന്നുണ്ട്. ഈ ഒരു AC വെൻ്റ് അല്ല, എയർ വെൻ്റ്. ആക്ച്വലി ഈ സൗണ്ട് എന്താ നിന്നു. പിന്നെ അത്യാവശ്യം നല്ല ഹെഡ് റൂം ഈ വാഹനത്തിനുണ്ട്. പിന്നെ ഗിയർ ഇതെല്ലാം കണ്ടോ, എല്ലാം സെയിം കാര്യങ്ങൾ തന്നെ, ഒരു വ്യത്യാസമില്ല. കുറച്ചുകൂടി റസ്റ്റിക് ഇൻറ്റീരിയേഴ്സ് ആണ്. ഗുഡ്സ് ക്യാരി ചെയ്യാൻ ഇവിടെ നമുക്ക് ഹാൻഡിൽ ബാർ കൊടുക്കുന്നുണ്ട്. നമുക്ക് മാനുവലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഗിയർ ബോക്സ് ആണ് വരുന്നത്. പിന്നെ ജാക്കി കാര്യങ്ങളും അതൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് RPM മീറ്റർ ആണ് വരുന്നത്. സ്പീഡോമീറ്റർ ഡിജിറ്റലാണ് വരുന്നത്. നമുക്ക് ഡിജിറ്റലല്ല, ആ ഒരു ടാക്കോമീറ്റർ ഒക്കെ ഇതിലാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ടൈം കാണിക്കാനുള്ള ഓപ്ഷനും എത്ര കിലോമീറ്റർ ഓടി, പിന്നെ ഇത് ഫ്യൂൽ ഗോജും, ഇത് ഫ്യൂൽ ഗോജ്, പിന്നെ കൂൾ ഹോട്ട് ആ ഒരു സംഭവം കാണിക്കുന്ന കാര്യങ്ങളും. നമുക്ക് വാഹനത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ നമുക്ക് ഇവിടെ കാണാം ലീഫ് സസ്പെൻഷനാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. പിന്നെ ടോപ്പ് സ്പീഡ് അല്ല, നമുക്ക് സർട്ടിഫൈഡ് സ്പീഡ് ലിമിറ്റ് 80 km/h ആണ്. പിന്നെ 3 സീറ്റർ സർട്ടിഫൈഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഈ വാഹനത്തിൽ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവർ പ്ലസ് 2 പാസഞ്ചർ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. കാര്യമായിട്ട് ഇതൊക്കെയായിരുന്നു. ഇന്ന് നമ്മൾ HD ശ്രേണിയിലുള്ള വാഹനം നമ്മൾ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതൊരിക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ 17.2 km/l മൈലേജ് അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ HD ശ്രേണിയിൽ ആക്ച്വലി
15 km/ലിറ്റർ ആണ് മൈലേജ് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കുറച്ചുകൂടി ഹോഴ്സ് പവർ കൂടും. കാരണം കുറച്ചുകൂടി വെയിറ്റ് കൂട്ടി പോകേണ്ട വാഹനമാണല്ലോ, അതൊരു ഹെവി ഡ്യൂട്ടി സെഗ്മെന്റിൽ പെടുന്ന വാഹനമാണ്. അതുകൊണ്ടാണ് അതിന് കുറച്ചുകൂടി മൈലേജ് കുറവ് കിട്ടുന്നത്. അതിന്റെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടുന്നതായിരിക്കും. കൂടുതൽ ലാഗ് അടുപ്പിക്കുന്നില്ല. ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിന് വിധിച്ചിട്ടുള്ള 2 വാഹനത്തിന് പറ്റിയിട്ടുള്ള വിശേഷങ്ങളും, അതായത് 1.4 പിന്നെ 1.3. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. HD ശ്രേണിയുടെ ആ ഒരു വേരിയന്റിന് നമ്മൾ വിടുന്നതായിരിക്കും. അതെന്തായാലും കാണണം. അപ്പോൾ നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ പ്രണവ്, സൈനിങ് ഔട്ട്.